അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്ത് വിഷമമുണ്ടെങ്കിലും വിഷമങ്ങൾ സ്വാഭാവികമാണ്. ദുനിയാവിലുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, പല നിലക്കുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പല ആളുകളും നമ്മോട് പല വിഷയത്തിലും ദുആ ചെയ്യാൻ വേണ്ടി അറിയിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല സമാധാനവും നല്ല റാഹത്തും നല്ല സുഖവും ഐശ്വര്യവും ബറക്കത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. എന്നാൽ ഏത് വിഷമമെത്തിയാലും നാം ഒരിക്കലും നമ്മുടെ ഈമാൻ അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരു വിഷമമെത്തുമ്പോൾ ഇതിനേക്കാളും വലിയ, ഉദാഹരണത്തിന് ഒരു രോഗം വന്നാൽ, ഞാൻ വലിയൊരു രോഗിയായല്ലോ, ഇതിനേക്കാളും വലിയൊരു രോഗം അല്ലാഹു തആല ഒരാൾക്കും കൊടുത്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ എനിക്ക് കടമുണ്ടായി, ഒരുപാട് കടത്തിലായിപ്പോയല്ലോ എന്ന ടെൻഷൻ. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലക്ക് നമുക്ക് വല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കാരണം ഞാനൊരു മോശക്കാരനാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിന് എന്തോ എന്നോട് വെറുപ്പുണ്ട്, ഞാൻ അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഒരു അടിമയായിട്ടില്ല എന്ന് ചിന്തിച്ച്, ഇത് അല്ലാഹു തആലാക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ളത് കൊണ്ടാണ് എന്നെ ഇത്രയും വലിയ പ്രയാസത്തിൽ ജീവിപ്പിക്കുന്നത്, എന്നെ വലിയൊരു കടക്കാരനാക്കിയത്, എനിക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത നിലയ്ക്ക് എന്നെ ജീവിപ്പിക്കുന്നത്, എന്നെ ഒരുപാട് രോഗത്തിന് അടിമപ്പെടുത്തിയത്, മക്കളിലൂടെ, ഭാര്യയിലൂടെ, കുടുംബത്തിലൂടെ ധാരാളം പ്രയാസങ്ങൾ ഞാൻ നേരിടുന്നത് എന്ന് ഒരിക്കലും ചിന്തിച്ചു പോകരുത്. മറിച്ച് അല്ലാഹു തആല ദുനിയാവിൽ നമുക്ക് ഏത് പ്രയാസം തരികയാണെങ്കിലും അത് അല്ലാഹു തആലാക്ക് നമ്മോടുള്ള വെറുപ്പ് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ടോ ദേഷ്യങ്ങളെ കൊണ്ടോ അല്ല. കാരണം ദുനിയാവിൽ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് മഹാന്മാരായ പ്രവാചകന്മാരെയാണ്. നബിമാരെ അല്ലാഹു തആല നല്ലോണം പരീക്ഷിച്ചിട്ടുണ്ട്. നബിമാരുടെ ചരിത്രങ്ങൾ, ഓരോ പ്രവാചകരുടെയും ചരിത്രങ്ങൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർ നേരിട്ട പ്രയാസങ്ങളും അവർ നേരിട്ട എത്ര ബുദ്ധിമുട്ടുകളും എന്തെല്ലാമുണ്ട് അവരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ നബിയല്ലേ, അള്ളാഹുവിൻ്റെ ഹബീബല്ലേ, ലോകത്തിൻ്റെ നേതാവല്ലേ, തുല്യതയില്ലാത്ത ഒരു നേതാവല്ലേ, എന്നിട്ടും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം നാടും വീടും വിട്ട് യാത്ര പോകേണ്ടി വന്നിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, ഒരുപാട് കല്ലുകൾ ഹബീബായ നബി തങ്ങളുടെ നേർക്ക് വന്നിട്ടില്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആലാക്ക് എന്തെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തിനേക്കാളും അപ്പുറം അല്ലാഹു തആലാക്ക് വേറൊരാളോടും ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു തആല എന്തെങ്കിലും പ്രയാസം തരുമ്പോൾ അത് നമ്മുടെ ദറജകൾ അല്ലാഹു തആല ഉയർത്തുകയാണ്. നാം ചെയ്തു പോയ കുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയാണ്. അതുകൊണ്ട് എപ്പോൾ നാം സമാധാനിക്കുക. അല്ലാഹു തആല എനിക്ക് ഒരു പനി വന്നാൽ പോലും, അല്ലെങ്കിൽ ചെറിയ നിലക്കുള്ള ഒരു പ്രയാസങ്ങൾ നാം നേരിടേണ്ടി വന്നാലും നാം ചിന്തിക്കേണ്ടത്, ഇതെനിക്ക് ഹൈറായിരിക്കാം, ഇതിലൂടെ അല്ലാഹു തആല എനിക്ക് ധാരാളം നന്മകൾ വെച്ചിട്ടുണ്ടാവും, ഇതിലൂടെ എൻ്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. നമുക്കറിയാമല്ലോ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖാല മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ഷൗക്കത്തു യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. അല്ലാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്, ഒരു മുസ്ലിമിനിക്ക്
അദ്ദേഹത്തിലേക്ക് ഏതെങ്കിലും ഒരു നിലക്ക് വല്ല പ്രയാസവും എത്തിയാൽ, എന്തെങ്കിലും ഒരു ടെൻഷൻ, ഒരു വിഷമം, ഒരു വേദനാജകമായ എന്തെങ്കിലും ഒരു കാര്യം, ഒരു രോഗം, ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു വിഷമം എത്തിയാൽ, ഏതുവരെ ചെറിയൊരു വിഷമമാണ് കാലിലേക്ക് മുള്ള് തറക്കുക എന്നുള്ളത്. ഹത്ത ഷൗക്കത്തു ഷാക്കുഹ, ഒരു മുള്ള് തറച്ചാൽ കാലിലേക്ക്, എന്നാൽ പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖത്വായാഹു, അല്ലാഹു തആല അവൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ ഇല്ല. ഏതൊരു മുസ്ലിമായ മനുഷ്യനിക്കും എന്ത് പ്രയാസമെത്തിയാലും അതിലെത്ര നിസ്സാരമായ ഒരു വേദനയാവട്ടെ, എത്ര നിസ്സാരമായ പ്രയാസമാവട്ടെ, എത്ര നിസ്സാരമായ പ്രശ്നങ്ങളാവട്ടെ, അല്ലാഹു തആല അവൻ്റെ കുറ്റങ്ങൾ അത് കാരണം പുറത്തു കൊടുക്കും എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, എന്ത് രോഗം വന്നാലും എന്തുണ്ടായാലും ഇത് എൻ്റെ ദോഷം പൊറുക്കാൻ കാരണമാണ്, എൻ്റെ ദറജ ഉയരാൻ കാരണമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പരീക്ഷണത്തിൻ്റെ ലോകമാണല്ലോ, അതൊരു പ്രയാസത്തിൻ്റെ ലോകമാണല്ലോ. അപ്പോൾ ഇവിടെ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഇത് കാരണം എൻ്റെ കുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു തന്നല്ലോ, എൻ്റെ ദറജ അല്ലാഹു തആല ഉയർത്തുമല്ലോ, എൻ്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തന്നാൽ എൻ്റെ ഖൽബ് ശുദ്ധിയാകുമല്ലോ. അൽഹംദുലില്ലാഹ്, ആ നിലക്ക് സന്തോഷിക്കുകയാണ്, സമാധാനിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ കൂടുതൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ ടെൻഷൻ അടിച്ച് നാം അതിനേക്കാളും വലിയ പ്രയാസം നേരിടേണ്ട, അതിനേക്കാളും വലിയ രോഗിയാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിനെ നാം മാറ്റരുത്. സൂക്ഷിക്കണം ഓരോരുത്തരും. നാം ഒരു മാനസികമായി ധാരാളം തളരുന്നതിന് പകരം മനസ്സുകൊണ്ട് സന്തോഷിക്കുക, സമാധാനിക്കുക. ഇതൊന്നും വലിയ പ്രയാസമല്ല. ഇനി എത്ര നല്ല ആരോഗ്യത്തോടെ ജീവിച്ചവരാണെങ്കിലും, എത്ര നല്ല മുതലാളിമാരായാലും, എത്ര നല്ല സുഖം ഉള്ളവരായാലും, എത്ര നല്ല എല്ലാ നിലക്കും ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു തആല നൽകി ഒരു പ്രയാസവും ഇല്ലാതെ ജീവിക്കുന്നവരാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവരും 6 അടി മണ്ണാകുന്ന ഖബറിൽ കിടക്കേണ്ടവരാണ്. അവർക്കും ഒരു മരണം വരാനുണ്ട്, നമുക്കും മരണം വരാനുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം യഥാർത്ഥ ജീവിതമല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും അതൊന്നും വലിയ വിഷയമല്ല. എൻ്റെ യഥാർത്ഥ ജീവിതമാകുന്ന ആഖിറത്തിൽ അവിടെ എനിക്ക് നല്ല നിലക്ക് ജീവിതം വേണം. അവിടെ ഞാനായിരിക്കാം ഏറ്റവും വലിയ മുതലാളി, അവിടെ എനിക്കായിരിക്കാം നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കിടക്കാന്ന എന്നതാണ് ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം. സ്വർഗത്തിൽ കടന്നാൽ അതാണ് ഏറ്റവും വലിയ ആരോഗ്യം, സ്വർഗത്തിൽ കടന്നാൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരുമാറാവട്ടെ. നമ്മുടെ മനസ്സിന് അല്ലാഹു നല്ല റാഹത്തും നല്ല സമാധാനവും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.